ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ വിഷയം ചില നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ പരമ്പരയിൽ ആന്ത്രോപോളജി, അതായത് നരവംശ ബൈബിളിക ശാസ്ത്രം എന്ന വിഷയം എടുത്തപ്പോൾ ഞാൻ ഒരു പ്രത്യേക മണ്ഡലത്തിൽ പ്രസ്താവിച്ചാണ്. എങ്കിലും ഇന്ന് രാവിലെ വടക്കേ ഇന്ത്യയിലുള്ള ഒരു സഹോദരൻ അദ്ദേഹം അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് എന്നോട് ഈ ചോദ്യം വീണ്ടും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ ഇതിന് മറുപടി പറയുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, മനുഷ്യൻ്റെ ആത്മാവ് അവനിൽ പ്രവേശിക്കുന്നത് എപ്പോഴാണ് ദൈവം മനുഷ്യാത്മാവിനെ അമ്മയുടെ ഉദരത്തിലേക്ക് അയക്കുന്നത് എന്നാണ് ചോദ്യം. വളരെ അതിപ്രധാനമായൊരു ചോദ്യമാണ്. പല ആളുകൾക്കും ഇതിൻ്റെ ഉത്തരം അറിയാം, എന്നാൽ പല ആളുകൾക്കും ഇതിൻ്റെ ഉത്തരം വ്യക്തമായ നിലയിൽ അറിയുകയില്ല. അതുകൊണ്ട് ഞാൻ ഈ പഠനം സംബന്ധിച്ചുള്ള ബൈബിളിലേക്ക് വായിക്കുന്ന 3 അഭിപ്രായങ്ങൾ ഈ സമയത്ത് പറയാൻ പോവുകയാണ്. ഈ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്ക് എന്നൊക്കെ ചില ആളുകൾ തങ്ങളെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കാറുണ്ട്. ഞാൻ ആ നിലയിൽ പറയാൻ പ്രാപ്തനല്ല. ഐ എം സ്റ്റിൽ എ ബൈബിൾ സ്റ്റുഡൻറ്റ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ആശയം ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്ന ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായ തലത്തിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഫോളോ ചെയ്യാം. ഞാൻ മനസ്സിലാക്കുന്നത് മാത്രം ഞാൻ പ്രസ്താവിക്കുന്നു. 3 സിദ്ധാന്തങ്ങളാണ് ആന്ത്രോപോളജിക്കൽ മേഖലയിൽ വേദശാസ്ത്രികൾ ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. 1, ട്രഡീഷണൽ വ്യൂ എന്ന് പറയുന്നത് പരമ്പരാഗതവാദം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഈ ട്രഡീഷണൽ വ്യൂ പറയുന്നത്, എപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഒരു പുരുഷ ബീജം കോടിക്കണക്കിന് ബീജങ്ങൾ ഫലോപ്പിൻ ട്യൂബിൽ കൂടി സഞ്ചരിച്ച് പക്വമാകുന്ന ഒരു സ്ത്രീ അണ്ഡത്തിൻ്റെ പുറത്തുള്ള കട്ടിയായ ഭാഗത്തെ തുളച്ച് അതിൽ പ്രവേശിച്ച് അതുമായി സംയോജിച്ച് ആദ്യത്തെ ലിവിങ് സെൽ, അതിനെ സൈഗോട്ട് എന്നാണ് മെഡിക്കൽ വേൾഡിൽ അറിയപ്പെടുന്നത്. ആദ്യത്തെ സൈഗോട്ട് ഉണ്ടാകുമോ ആ സമയത്ത് പൂർണ്ണരൂപിയായ ഒരു മനുഷ്യനാണ് ജനിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. ഈ സിദ്ധാന്തപ്രകാരം ഭൂമിയിലെ സകല മനുഷ്യരും, അതായത് ആദ്യ മനുഷ്യനായ ആദാം മുതൽ ഇനിയും ഭൂമി വിദൂര ഭാവിയിൽ ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം ഭൂമി ഇല്ലാതായാൽ അവസാനം ഭൂമി ജനിക്കാൻ പോകുന്ന മനുഷ്യൻ വരെ ആദാമിൻ്റെ സന്തതി പരമ്പരകളായി വരുന്നവരും തലമുറയായി മക്കളെ ആ നിലയിൽ ജനിപ്പിക്കാൻ ദൈവത്തിൽ നിന്ന് അധികാരം പ്രാപിച്ചവരുമായി ഈ ഭൂമിയിലാക്കപ്പെട്ടവരാണ്. ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ മാനവരാശിയുടെ ഫെഡറൽ റെപ്രസെൻറ്റേറ്റീവായി പ്രതിനിധി പുരുഷനായിട്ടാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. അവരെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ വർദ്ധിച്ചു പെരുകുമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ തൻ്റെ തലമുറയെ ജനിപ്പിക്കാനുള്ള അധികാരവും അവകാശവും ദൈവം ആദ്യ മനുഷ്യൻ നൽകി. അങ്ങനെ നാം വായിക്കുന്നു, ആദാം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരു മകനെ ജനിപ്പിച്ചു. ഇപ്പോൾ യഹോവ എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞ് ഹൗവ അവന് കയീൻ എന്ന് പേരിട്ടു എന്ന് വായിക്കുന്നു. എപ്പോൾ ഒരു ബീജം ഒരണ്ടവുമായി സംയോജിച്ച് ഫസ്റ്റ് സൈഗോട്ട് ഉണ്ടാകുമോ അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ് ഈ 3 ഘടകങ്ങളുമുള്ള പൂർണ്ണരൂപിയായ ഒരു മനുഷ്യനാണ് ആ ഫസ്റ്റ് സൈഗോട്ടിൽ നിർമ്മിതമാക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ അവന് ആത്മാവോടുകൂടിയ ഒരു മനുഷ്യ ശിശുവായിട്ടാണ് ജനിക്കുന്നത്. ഏകകോശിയായിരിക്കും. അപ്പോൾ പിന്നാണ് അത് വളർന്ന് മൾട്ടിപ്പിൾ സെല്ലായി ഒരു എല്ലാ അവയവ രൂപഭാവങ്ങളും കൂടി ഒരു പുരുഷനായി അല്ലെങ്കിൽ പെൺകുട്ടിയായി അത് 9 മാസവും 9 ദിവസവും കഴിഞ്ഞ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അതിനെ ട്രഡീഷണൽ വ്യൂ എന്ന് പറയുന്നു. ഞാൻ അതിനെയാണ് വിശ്വസിക്കുന്നത്. കാരണം എല്ലാ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ, അതായത് ഉരുവാകുമ്പോൾ തന്നെ മനുഷ്യനിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 ഘടകങ്ങളുള്ള പൂർണ്ണരൂപിയായ മനുഷ്യനായിട്ടാണ് ഈ മനുഷ്യൻ രൂപം പ്രാപിക്കുന്നത്. രണ്ടാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് ക്രിയേഷൻ തിയറിയാണ്, സൃഷ്ടി വൃത്താന്തം. എപ്പോൾ ഒരു പുരുഷനും സ്ത്രീയുമായി ശാരീരിക ബന്ധം ഏർപ്പെടുന്നുവോ, എപ്പോൾ ഗർഭധാരണം നടക്കുന്നുവോ ആ സമയത്ത് ഇൻ ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് ഗോഡ് പ്ലേസസ്
എ ന്യൂ സ്പിരിറ്റ് ഇൻ ദ ഫെറ്റസ്. ദൈവം ഒരു പുതിയ ആത്മാവിനെ ആ ഫെറ്റസിലേക്ക് സന്നിവേശിപ്പിക്കുന്നു എന്നാണ് ഈ ക്രിയേഷൻ തിയറി, സൃഷ്ടി വൃത്താന്തം പറയുന്നത്. സൃഷ്ടി വൃത്താന്തം പിൻപറ്റിയാൽ ഒരുപാട് അപകടങ്ങളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നേരിട്ട് സൃഷ്ടിച്ച് ഭ്രൂണത്തിലേക്ക് ദൈവം സന്നിവേശിപ്പിക്കുന്ന ആത്മാവ് ജഡപ്രകാരം യാതൊരുവിധമായ ബന്ധവും അതിനു മുമ്പ് ഇല്ലാത്തതാകിയാലും അതിൻ്റെ ജനനത്തിന് അല്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് സ്ത്രീ പുരുഷ ബന്ധമോ അല്ലെങ്കിൽ മനുഷ്യ ബന്ധങ്ങളോ ആവശ്യമില്ലാത്തതായതുകൊണ്ടും അത് പാപമില്ലാത്തത് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവ് ജന്മം മുതലേ പാപമില്ലാത്തതാണ് എന്ന് വരും. വേദപുസ്തകം അങ്ങനെ എന്ന് പറയുന്ന ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശമില്ലാത്തവരായി തീർന്നുവെന്നും ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നുവെന്നും ഇങ്ങനെ എല്ലാവരും പാപനിമിത്തം മരണത്തിന് വശപ്പെട്ടിരിക്കുന്നുവെന്നും പൗലൂസ് പറയുന്നു. ഇപ്പോൾ ക്രിയേഷൻ തിയറി നമുക്ക് ഒരു നിലയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത് പ്രീ എക്സിസ്റ്റന്റ് തിയറിയാണ്. അതായത് ആത്മാക്കളുടെ പൂർവ്വ അസ്തിത്വ സിദ്ധാന്തം. അതിന് അവർ ഉപോദ്ബലമായി പറയുന്നത് 139 സംഖ്യയുടെ ഒരു വാക്യമാണ്. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ നിന്റെ പുസ്തകത്തിൽ നീ സകലവും എഴുതിയിരുന്നു. അപ്പോൾ മനുഷ്യൻ ജനിക്കും മുമ്പ് തന്നെ മനുഷ്യനെ സംബന്ധിച്ചുള്ളതെല്ലാം ദൈവം നേരത്തെ എഴുതിയുകൊണ്ട് അവൻ്റെ ആത്മാക്കൾ പൂർവമായി തന്നെ അല്ലെങ്കിൽ മുമ്പ് തന്നെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാവുന്നു എന്നും ഗർഭസ്ഥ സമയത്ത് ആത്മാവ് അതിലേക്ക് പ്രവേശിക്കുന്നു എന്നുമാണ് ആ സിദ്ധാന്തം പറയുന്നത്. അതിനെ പ്രീ എക്സിസ്റ്റന്റ് തിയറി, അതായത് ആത്മാക്കളുടെ പൂർവ്വ അസ്തിത്വ സിദ്ധാന്തം എന്ന് പറയും. അതിനെ വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല. കാര്യം അതിൽ തെളിയിക്കുന്ന ഒരു വാക്യവും വരുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ആരംഭം എങ്ങനെയാണ് എന്നുള്ളതിന് ഉള്ള വ്യക്തമായ തെളിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദാമിൽ എല്ലാവരും നിദ്ര കൊള്ളുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു. ആദാമാണ് സകല മനുഷ്യൻ്റെയും ജനനത്തിന് കാരണം. തലമുറയായി നമ്മളിങ്ങനെ ഈ പ്രോജനികളെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഉരുവാകുമ്പോൾ ദേഹവും ദേഹിയും ആത്മാവുമുള്ള ഒരു പൂർണ്ണ രൂപിയായി മനുഷ്യൻ ഗർഭധാരണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ദുഷ്ടന്മാർ ഗർഭം മുതലേ ഭ്രഷ്ടന്മാരായിരുന്നു. ഗർഭം മുതൽ തന്നെ മനുഷ്യൻ പാപിയാണെന്നുള്ള ഉപദേശവും സ്ഥാപിക്കപ്പെടാൻ സാധിക്കുന്നത് ഈ ട്രഡീഷൻ തിയറി വിശ്വസിക്കുമ്പോഴാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആത്മാവ് ഗർഭധാരണത്തിന് ശേഷം ദൈവം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ പ്രവേശിപ്പിക്കുന്നതോ ഗർഭധാരണ സമയത്ത് പൂർവ്വമേ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ആത്മാക്കൾ ആ സമയത്ത് വന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതോ അല്ല, മറിച്ച് ആദാം തൻ്റെ തലമുറയെ ജനിപ്പിക്കുമ്പോൾ ഒരു പുതിയ ആത്മാവോടുകൂടിയ ഒരു വ്യക്തിയാണ് ആദാം ജനിപ്പിക്കുന്നത്. ആ ആത്മാക്കളെല്ലാം ആത്മാക്കളുടെ ഉടമസ്ഥനായ ദൈവത്തോടെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരിൽ സൃഷ്ടിച്ചിരിക്കുന്ന എൻ്റെ ആത്മാവും എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയെയും ഒരു അമ്മയുടെ ഗർഭത്തിൽ ഒരു അപ്പൻ 6 മക്കളുണ്ടായാൽ 6 പേരും 6 ആത്മാക്കളാണ്. ഒരേ അപ്പനിൽ നിന്നാണ് ജനിക്കുന്നത്. ഈ 6 ആത്മാക്കളും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പെട്ടതാണ്. ഇങ്ങനെ ഇതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമില്ലാതെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പഠനം നിങ്ങൾക്ക് ഉപകാരമായി തീർന്നുവെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള സംശയങ്ങൾ നിങ്ങൾ പല ആളുകൾക്കും ഉള്ളത് ചോദിച്ചാൽ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ.